ജേണലാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ആദ്യം ക്യാഷ് ബുക്ക് നോക്കി. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക് പഠിച്ചു. സിംഗിൾ ക്യാഷ് ബുക്ക്, സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം, ട്രിപ്പിൾ കോളം, പിന്നെ പെറ്റി ക്യാഷ് ബുക്ക് പഠിച്ചു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത സബ്സിഡിയറി ജേണലാണ് പർച്ചേസസ് ബുക്ക്. ഇതിന് പറയുന്ന വേറൊരു പേരാണ് പർച്ചേസസ് ജേണൽ. അപ്പോൾ പർച്ചേസ് ബുക്ക് അല്ലെങ്കിൽ പർച്ചേസസ് ജേണൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് പർച്ചേസസ് അല്ലെങ്കിൽ ഗുഡ്സ് ക്രെഡിറ്റിന് വാങ്ങിക്കുക അല്ലെങ്കിൽ കടമായിട്ട് വാങ്ങിക്കുന്നതിന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പർച്ചേസസ് ജേണൽ ഉപയോഗിക്കുന്നത്. അതായത് ക്രെഡിറ്റിൽ വാങ്ങിക്കുകയാണെങ്കിൽ മാത്രം റെക്കോർഡ് ചെയ്യാനാണ് പർച്ചേസസ് ബുക്ക് ഉപയോഗിക്കുക. അപ്പോൾ ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ ക്യാഷ് ബുക്കിലാണ് എൻട്രി ചെയ്യുക. കൂടാതെ പർച്ചേസസ് എന്ന് പറയുമ്പോൾ സ്റ്റേഷനറി ഐറ്റംസ് പർച്ചേസ് ചെയ്യും ഒരു ബിസിനസ് അല്ലേ. പേപ്പർ, പെൻ, റബ്ബർ, ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കും. അത് പക്ഷേ പർച്ചേസസ് ബുക്കിൽ കാണിക്കാൻ പാടില്ല. കൂടാതെ ജനറേറ്ററിന് വേണ്ടുന്ന ഡീസൽ, പെട്രോൾ, അതുപോലത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഈ പർച്ചേസസ് ബുക്കിൽ അല്ലെങ്കിൽ പർച്ചേസ് ജേണലിൽ കാണിക്കാൻ പാടില്ല. ഇവിടെ കാണിക്കാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിന് ആവശ്യമായിട്ടുള്ള ഗുഡ്സ്, അതിൻ്റെ പർച്ചേസസ് മാത്രമാണ് നമ്മൾ പർച്ചേസസ് ബുക്കിൽ അല്ലെങ്കിൽ പർച്ചേസ് ജേണലിൽ കാണിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ജനറൽ ലെഡ്ജറിലാണ് അല്ലെങ്കിൽ ജനറൽ ജേണലിലാണ് കാണിക്കുക. ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ ക്യാഷ് ബുക്കിൽ കാണിക്കും. ഇനി പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് തരുമായിരിക്കും സപ്ലയർ. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അടുത്ത് നിന്നാണ് നമ്മൾ മേടിക്കുന്നത് 100 രൂപയുടെ ഒരു കാര്യം. അപ്പോൾ ചിലപ്പോൾ 100 രൂപയ്ക്ക് വരാൻ 90 രൂപ തന്നാൽ മതി എന്ന് പറയുമ്പോൾ 10 രൂപ ഡിസ്കൗണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ പർച്ചേസസ് ബുക്കിൽ ആ ട്രേഡ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം കാണിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ട്രേഡ് ഡിസ്കൗണ്ട് അക്കൗണ്ട് ചെയ്യില്ലെന്ന്. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം പർച്ചേസസ് ബുക്കിൽ അല്ലെങ്കിൽ പർച്ചേസസ് ജേണലിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇതാണ് പർച്ചേസ് ബുക്കിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ആദ്യം ഡേറ്റ് കോളം, പിന്നെ പെർട്ടിക്കുലേഴ്സ്, പിന്നെ ഇൻവോയ്സ് നമ്പർ, ലെഡ്ജർ ഫോളിയോ, ഡീറ്റെയിൽസ്, എമൗണ്ട്. ഇവിടെ ഡേറ്റ് പർച്ചേസ് ബുക്കിൽ ഡേറ്റിൻ്റെ ഓർഡറിൽ, അതായത് ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കണം റെക്കോർഡ് ചെയ്യുക. അതായത് 1-ാം തീയതി നടന്ന സംഭവം 1-ാം തീയതി, 2-ാം തീയതി നടന്ന സംഭവം 2-ാം തീയതി, അങ്ങനെ ആ ഓർഡറിൽ തന്നെ ആയിരിക്കണം റെക്കോർഡ് ചെയ്യേണ്ടത്. പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ സപ്ലയർ ആരാണ്, എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര യൂണിറ്റ് ഓഫ് ഗുഡ്സ് പർച്ചേസ് ചെയ്തു, പെർ യൂണിറ്റ് കോസ്റ്റ് എത്രയാണ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെയാണ് പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ എഴുതുക. ഇൻവോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ല്, സപ്ലയർ തരുന്ന ബില്ലാണ്, ബിൽ നമ്പറാണ് ഇൻവോയ്സ് നമ്പറിൽ എഴുതേണ്ടത്. ആ ബിൽ നമ്പർ എഴുതുക, അതിന് അഗൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുക. ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസിൻ്റെ അല്ലെങ്കിൽ ഈ സപ്ലയറുടെ ലെഡ്ജർ ഏത് പേജ് നമ്പറിലാണെന്നുള്ളതാണ് എഴുതേണ്ടത്. ഇവിടെ ഡീറ്റെയിൽസിൽ ഇവിടെ ടോട്ടൽ യൂണിറ്റ് ഇൻറ്റു പെർ യൂണിറ്റ് കോസ്റ്റ് എത്രയാണോ ടോട്ടൽ എമൗണ്ട് ഇവിടെ എടുത്ത് എഴുതുക, അത് ഔട്ടർ കോളത്തിലോട്ടും എടുത്ത് എഴുതുക. ഓക്കെ, ഇതാണ് പർച്ചേസ് ബുക്ക് അല്ലെങ്കിൽ പർച്ചേസ് ജേണലിൻ്റെ ഫോമാറ്റ്. ഇനി പർച്ചേസ് ബുക്കിൽ നിന്ന് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്? ജേണലിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോസ്റ്റ് ചെയ്യുക? ലെഡ്ജറിൽ അല്ലേ. അപ്പോൾ ഇത് നമ്മൾ പർച്ചേസ് ജേണലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ജേണലിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ലെഡ്ജറിലേക്ക് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ പർച്ചേസ് ബുക്കിൽ 2 കാര്യങ്ങളാണ് വരിക. ഒന്ന്, സപ്ലയർക്ക് നമ്മൾക്ക് ഗുഡ്സ് ക്രെഡിറ്റിന് തന്ന ആൾക്ക് എത്ര കൊടുക്കാനുണ്ട്, അതിന് ടോട്ടൽ പർച്ചേസ് എത്രയും. അപ്പോൾ 2 ആസ്പെക്റ്റാണ് നമുക്ക് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സപ്ലയർക്ക് എത്ര കൊടുക്കാണ്ട് എന്ന് ചെയ്യുന്നത് സപ്ലയർ അക്കൗണ്ടിലാണ്. സപ്പോസ് എക്സ് എന്ന് പറയുന്ന ഒരു പാർട്ടി നമ്മൾക്ക് ഗുഡ്സ് ക്രെഡിറ്റിന് തന്നു, 100 രൂപയുടെ ഗുഡ്സ് ക്രെഡിറ്റിന് തന്നു. അപ്പോൾ നോർമലി ജേണൽ എൻട്രി എന്താ വരിക? പർച്ചേസസ് അക്കൗണ്ട് അറ്റ് ടു എക്സ് അല്ലേ. അപ്പോൾ എക്സിൻ്റെ ബുക്കിൽ ബൈ പർച്ചേസസ് 100 രൂപ എന്ന് എഴുതും. ഇനി അത് ഓരോ ദിവസവും എക്സിൻ്റെ അല്ലെങ്കിൽ പേഴ്സണൽ അക്കൗണ്ട്, ഓരോ പാർട്ടി ഓരോ സപ്ലയറുടെയും അക്കൗണ്ട് എല്ലാ ദിവസവും ചെയ്ത് പോകണം. അപ്പോൾ ബൈ പർച്ചേസസ് 100 രൂപ, ബൈ പർച്ചേസസ് 200 രൂപ, അങ്ങനെ ഓരോ ദിവസവും എത്ര വന്നോ അത് എഴുതി പോകണം. പക്ഷേ പർച്ചേസ് ബുക്ക്, പർച്ചേസിൻ്റെ ലെഡ്ജറിൽ നമ്മൾ വീക്കിലിയോ മന്ത്ലിയോ റെക്കോർഡ് ചെയ്താൽ മതി. അപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ടു സൺട്രീസ് ആസ് പെർ പർച്ചേസ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പർച്ചേസ് ജേണലിൽ ഈ ടോട്ടൽ ഇവിടെ വരുന്ന എമൗണ്ടിൻ്റെ ടോട്ടൽ, ഒരു മാസത്തെ ടോട്ടൽ അല്ലെങ്കിൽ ഒരു ആഴ്ചത്തെ ടോട്ടൽ എടുത്തിട്ട് വേണം എഴുതാൻ. അപ്പോൾ എഴുതുമ്പോൾ ടു പർച്ചേസസ് അല്ലെങ്കിൽ ടു പാർട്ടിയുടെ പേരല്ല എഴുതേണ്ടത്, ടു സൺട്രീസ് ആസ് പെർ പർച്ചേസ് ബുക്ക് എന്നാണ് എഴുതാൻ. ടു സൺട്രീസ് എന്ന് എഴുതിയാലും മതി. ഓക്കെ, എന്നിട്ട് ഇവിടുത്തെ ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ എമൗണ്ട് കോളത്തിൽ ടോട്ടൽ എടുത്തായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, ഇനി ഒരു ഇല്ലസ്ട്രേഷൻ നോക്കാം. അപ്പോൾ ഇത്രയും കൂടി കാര്യങ്ങളെല്ലാം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. From the following transactions, prepare the purchase book and post them in ledger. 2011 കുറച്ച് ട്രാൻസാക്ഷൻസ് ആണ് തന്നേക്കുന്നത്. മാർച്ച് മാസത്തിലെ ട്രാൻസാക്ഷൻസ് ആണ് തന്നേക്കുന്നത്. മാർച്ച് 1 പർച്ചേസ് ഫ്രം ദ ബൂട്ട്സ് ഇന്ത്യ ലിമിറ്റഡ് 40 pairs of gents shoes at ₹200, 20 pairs of children shoes at ₹120. Trade discount 10%.
ഇതാണ് മാർച്ച് 1 നടന്നേക്കുന്ന ട്രാൻസാക്ഷൻ. ആരുടെ നിന്ന് പർച്ചേസ് ചെയ്തേക്കുന്ന? ബൂട്ട്സ് ഇന്ത്യ ലിമിറ്റഡ്. അതായത് ഇവിടുത്തെ സപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂട്ട്സ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇവരാണ് നമ്മൾക്ക് ക്രെഡിറ്റ് പർച്ചേസ് തന്നേക്കുന്നത്, അതായത് ക്രെഡിറ്റിന് ഗുഡ്സ് തന്നേക്കുന്നത്. അപ്പോൾ ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എത്ര യൂണിറ്റ് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്, പെർ യൂണിറ്റ് കോസ്റ്റ്, ഒരു പെയറിൻ്റെ വില എത്രയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ട്രേഡ് ഡിസ്കൗണ്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാർച്ച് 12 പർച്ചേസ് ഫ്രം കരോണ മാർട്ട്, യൂണിറ്റ്സ് എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്, പെർ യൂണിറ്റ് കോസ്റ്റ് തന്നിട്ടുണ്ട്, പാക്കിംഗ് ആൻഡ് ഡെലിവറി ചാർജും തന്നിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഡെലിവറി ചെയ്ത് പാക്ക് ചെയ്ത് ഡെലിവറി ചെയ്യാൻ എത്ര രൂപയായി എന്നും കൂടി ഇവിടെ തന്നിട്ടുണ്ട്. മാർച്ച് 28 പർച്ചേസ് ഫ്രം ബാറ്റ ഇന്ത്യ ലിമിറ്റഡ് 10 pairs of lady chappal at ₹80, പാക്കിംഗ് ₹20. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് തന്നിട്ടുണ്ട്, പെർ യൂണിറ്റ് കോസ്റ്റ് തന്നിട്ടുണ്ട്, അതായത് ഒരു പെയറിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്, കൂടാതെ പാക്കിംഗ് ഇത്രയും കാര്യങ്ങൾ പാക്ക് ചെയ്യാൻ എത്ര ചാർജായി അതും തന്നിട്ടുണ്ട്. നമ്മളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് പ്രിപ്പയർ പർച്ചേസ് ബുക്ക് അല്ലെങ്കിൽ പർച്ചേസ് ജേണൽ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. കൂടാതെ പോസ്റ്റ് ദം ഇൻ ലെഡ്ജർ. ലെഡ്ജർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ബൂട്ട്സ് ഇന്ത്യയുടെ ഒരു ലെഡ്ജർ വരും, കരോണ മാർട്ടിൻ്റെ ഒരു ലെഡ്ജർ വരും, ബാറ്റ ഇന്ത്യയുടെ ഒരു ലെഡ്ജർ വരും, കൂടാതെ പർച്ചേസസിൻ്റെ ഒരു ലെഡ്ജർ കൂടി വരും. ഓക്കെ, നമ്മളിപ്പോൾ ജേണലാണ് ആദ്യം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജേണൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോമാറ്റ് ആദ്യം പറഞ്ഞു, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ഇൻവോയ്സ് നമ്പർ, ലെഡ്ജർ ഫോളിയോ, ഡീറ്റെയിൽസ്, എമൗണ്ട്. ഇൻവോയ്സ് നമ്പറും ലെഡ്ജർ ഫോളിയോയും തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി ഇവിടെ എഴുതുക, ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് വിടുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ നോക്കാം. 2011 മാർച്ച് 1 ക്രോണോളജിക്കൽ ഓർഡറിൽ വേണം എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ മാർച്ച് 28 ഉണ്ടെന്ന് ആദ്യം എഴുതാൻ പറ്റില്ല, ആദ്യം സംഭവിച്ച ഏതാണോ അത് വേണം ആദ്യം എഴുതാൻ. ഇവിടെ മാർച്ച് 1 സംഭവിച്ചത് അല്ലേ. അപ്പോൾ 2011 മാർച്ച് 1 പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ എന്താ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എഴുതുന്നത് അല്ലേ. ആരുടെ ഡീറ്റെയിൽസ്? സപ്ലയറുടെ ഡീറ്റെയിൽസ്. അപ്പോൾ ബൂട്ട്സ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഇത്ര കാര്യങ്ങൾ മേടിച്ചു. ഓക്കെ, അതാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. ബൂട്ട്സ് ഇന്ത്യ ലിമിറ്റഡ് 40 pairs of ജെൻ ഷൂസ് അറ്റ് ₹200. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്രയാണ് ടോട്ടൽ? ഒരു പെയറിൻ്റെയാണ് 200. അപ്പോൾ 40 പേരിൻ്റെ 40 × 200 8,000. അത് ഡീറ്റെയിൽസ് കോളത്തിൽ എഴുതുക. ഇത് നമ്മൾക്ക് അറിയില്ല, അതുകൊണ്ട് നമ്മൾ ബ്ലാങ്ക് ആയിട്ട് വിട്ടു. ഇനി കൂടാതെ ബൂട്ട്സ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ 20 pairs of ചിൽഡ്രൻ ഷൂസ് അറ്റ് ₹120 കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 20 × 120 2400. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് മേടിച്ചേക്കുന്നത്, ജെൻ ഷൂസും ചിൽഡ്രൻ ഷൂസും. അത് രണ്ടും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ എഴുതി ടോട്ടൽ ചെയ്യുക 10,400. കൂടാതെ എന്താ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യനിൽ ട്രേഡ് ഡിസ്കൗണ്ട് അവർ 10% തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ട്രേഡ് ഡിസ്കൗണ്ട് കഴിച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് എത്ര? 10,400 10% എന്ന് പറയുന്നത് 1,040. അപ്പോൾ 10,400 - 1,040 9,360 ആണ് എമൗണ്ട് കോളത്തിൽ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മളുടെ പർച്ചേസ് അക്കൗണ്ടിലൊക്കെ കാണിക്കേണ്ട ഫിഗർ. ഓക്കെ, ഇനി മാർച്ച് 12 ആണ് അടുത്ത ട്രാൻസാക്ഷൻ അല്ലേ, പർച്ചേസ് ഫ്രം കരോണ മാർട്ട്. അപ്പോൾ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തത്? കരോണ മാർട്ടിൻ്റെ പേര് എഴുതുക. 30 pairs of chappal at ₹130, 20 pairs of gen shoes at ₹180. അപ്പോൾ 3,930 pairs of chappalന് 20 pairs of gen shoesന് 3,600, അതായത് 20 × 180. കൂടാതെ പാക്കിംഗ് ആൻഡ് ഡെലിവറി ചാർജസ് 30. ഇത്രയും കാര്യങ്ങൾ, അതായത് 30 പെയർ ഓഫ് ചപ്പലും 20 പെയർ ഓഫ് ജെൻ ഷൂസും പാക്ക് ചെയ്ത് നമ്മൾക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി കരോണ മാർട്ടിന് 30 രൂപയും കൂടി ആയി. അപ്പോൾ അതും കൂടി നമ്മളുടെ ചിലവിൽ എഴുതും. അതായത് കരോണ മാർട്ടിന് ഇത്രയും രൂപയും കൂടി ചിലവായി നമ്മൾക്ക് ഈ ഗുഡ്സ് അയക്കാൻ. അപ്പോൾ അതും പർച്ചേസ് കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ 3,900 + 3,600 + പാക്കിംഗ് ആൻഡ് ഡെലിവറി ചാർജസ് ₹30. ടോട്ടൽ എത്ര? ഔട്ട്സൈഡ് കോളത്തിൽ 7,530 എടുത്ത് എഴുതുക. ഇനി അടുത്ത ട്രാൻസാക്ഷൻ മാർച്ച് 28 പർച്ചേസ് ഫ്രം ബാറ്റ ഇന്ത്യ ലിമിറ്റഡ് 10 pairs of lady chappals at ₹80. പാക്കിംഗ് ചാർജസ് ₹20. അപ്പോൾ അതും എടുത്ത് എഴുതുക. മാർച്ച് 28 ബാറ്റ ഇന്ത്യ ലിമിറ്റഡ് 10 pairs of lady chappal at ₹80. അപ്പോൾ എത്ര ടോട്ടൽ? 800. പാക്കിംഗ് ചാർജസ് 20. അപ്പോൾ 20 എടുത്ത് എഴുതുക. ടോട്ടൽ എത്ര? ഔട്ട്സൈഡ് കോളത്തിൽ എഴുതുക 820. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത്രയും ട്രാൻസാക്ഷൻ തന്നിട്ടുള്ളൂ അല്ലേ. നമ്മൾ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ആണ് ചെയ്യേണ്ടത്. ഇവിടെ മന്ത്ലി ആണ്. അപ്പോൾ നമ്മൾ എമൗണ്ട് കോളം മന്ത്ലി എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യുക. അപ്പോൾ 9,360 + 7,530 + 820. എത്ര ടോട്ടൽ പർച്ചേസ് വന്നേക്കുന്നത്? മാർച്ചിലെ ടോട്ടൽ പർച്ചേസ് എന്ന് പറയുന്നത് 17,710, അതായത് എമൗണ്ട് കോളത്തിലെ ടോട്ടൽ. ഓക്കെ, ഇനി നമ്മളെടുത്ത് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ലെഡ്ജർ ആരുടെയൊക്കെയാണ് ചെയ്യേണ്ടത്? ബൂട്ട്സ് ഇന്ത്യ ലിമിറ്റഡ്, കരോണ മാർട്ട്, ബാറ്റ ഇന്ത്യ, പർച്ചേസ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഒന്ന് ഇവിടുത്തെ ഇത് നോക്കാം. നോർമലി പർച്ചേസ് ചെയ്യുമ്പോൾ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് വരും അല്ലേ. ഇവിടെ ക്യാഷ് പർച്ചേസ് അല്ല, ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ പോലെ ജേണൽ എൻട്രി ആണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ പർച്ചേസസ് അക്കൗണ്ട് ഇട്ടിട്ട് ബൂട്ട്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയും. അപ്പോൾ എത്ര എമൗണ്ട് കാണിക്കേണ്ടത്? 9,360. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ട് ഇട്ടിട്ട് ബൂട്ട്സ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ ബൂട്ട്സ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ലെഡ്ജറിൽ എങ്ങനെ എഴുതുക? ബൈ പർച്ചേസസ് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ എഴുതുക ബൂട്ട്സ് ഇന്ത്യ ലിമിറ്റഡ്. ഫോർമാറ്റ് നിങ്ങൾക്കറിയാം, ലെഫ്റ്റ് സൈഡ് ഡെറ്റർ, റൈറ്റ് സൈഡ് ക്രെഡിറ്റർ, ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. രണ്ട് സൈഡിലും സെയിം കോളംസ് വരും.
അപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത് 2011 മാർച്ച് 1 ട്രാൻസാക്ഷൻ നടന്നത് ബൈ പർച്ചേസസ് അക്കൗണ്ട് 9360. അതുപോലെ തന്നെ കരോണ മാർട്ടിൻ്റെ എഴുതുക 2011 മാർച്ച് 12 ബൈ പർച്ചേസസ് 7530 ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബാറ്റ ഇന്ത്യ ലിമിറ്റഡ് ബൈ പർച്ചേസസ് അക്കൗണ്ട് എഴുതുക. എത്ര വന്നേക്കുന്നത് 820, അത് തന്നെ എടുത്ത് എഴുതുക. അപ്പോൾ നമ്മൾക്ക് പാർട്ടീസിൻ്റെ ലെഡ്ജർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു. പാർട്ടീസ് എന്ന് പറഞ്ഞാൽ ഗൂഡ്സ് ഇന്ത്യ ലിമിറ്റഡ്, കരോണ മാർട്ട്, ബാറ്റ ഇന്ത്യ ലിമിറ്റഡ്. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ചെയ്യേണ്ടത് പർച്ചേസസ് അക്കൗണ്ട് ആണ്. ഓക്കെ, പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഹെഡ് എഴുതുക, ഫോർമാറ്റ് വരയ്ക്കാം. ഇനി പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ എൻട്രി എന്താ പറഞ്ഞാൽ പർച്ചേസ് അക്കൗണ്ട് ടു പാർട്ടീസ് അക്കൗണ്ട്. ഇവിടെ പാർട്ടി എന്ന് പറഞ്ഞാൽ 3 ഉണ്ട്. നമ്മൾ ടു സൺട്രീസിന് എഴുതിയാൽ മതി. ടു സൺട്രീസിന് എഴുതിയിട്ട് ടോട്ടൽ എമൗണ്ട് കോളത്തിൻ്റെ എടുത്ത് എഴുതുക. അതായത് പർച്ചേസ് ജേണൽ അല്ലെങ്കിൽ പർച്ചേസ് ബുക്കിലെ എമൗണ്ട് കോളത്തിൻ്റെ ടോട്ടൽ എടുത്ത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ മാർച്ച് 31 ടു സൺട്രീസ് 17,710. ഇത് മാർച്ച് 31 വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നില്ലെങ്കിൽ വീക്ക്ലി ആയിരിക്കും അല്ലെങ്കിൽ മന്ത്ലി ആയിരിക്കും പർച്ചേസ് ലെഡ്ജർ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇവിടെ മാർച്ച് 28 തന്നെ പിന്നെ ട്രാൻസാക്ഷൻ ഇല്ല. മാർച്ച് മാസത്തെ അവസാനത്തെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 31. അപ്പോൾ മാർച്ച് 31 നമ്മൾ പർച്ചേസ് അക്കൗണ്ടിൻ്റെ ലെഡ്ജർ ക്ലോസ് ചെയ്യുക. അപ്പോൾ 2011 മാർച്ച് 31 ടു സൺട്രീസ് 17,710. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടോട്ടൽ തന്നെ അത് നമുക്ക് ഇപ്പുറത്ത് കിട്ടിയിട്ടുണ്ട് 17,710. ഇനി അടുത്ത മാസത്തെ മാർച്ചിന് ഏപ്രിൽ മാസത്തിൽ എഴുതുമ്പോൾ ഏറ്റവും അവസാനത്തെ ദിവസമായിരിക്കും. അപ്പോൾ 2011 ഏപ്രിൽ 30 ടു സൺട്രീസ് എത്രയാണ് എമൗണ്ട്, അങ്ങനെ ഓരോ മാസത്തെയും അവസാനത്തെ ഡേറ്റിൽ വെച്ച് എമൗണ്ട് കോളത്തിൽ എഴുതി പോവുക. അപ്പോൾ ഇതാണ് പർച്ചേസ് ബുക്ക് അല്ലെങ്കിൽ പർച്ചേസ് ജേണൽ. സബ്സിഡറി ജേണലാണ്. നമ്മളപ്പോൾ ക്യാഷ് ബുക്ക് നോക്കി, ഇന്ന് പർച്ചേസ് ജേണൽ നോക്കി അല്ലെങ്കിൽ പർച്ചേസ് ബുക്ക് നോക്കി. ഇതിലെന്തെങ്കിലും സംശയമാണെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.